നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഒപ്പം ഉണ്ടായിരുന്നത് MLAയുടെ സുഹൃത്തും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായ ഫെനി നൈനാൻ ആയിരുന്നുവെന്ന് പുതിയ പരാതി നൽകിയ യുവതി. അടൂർ നഗരസഭ 8-ാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നേതാവാണ് ഫെനി നൈനാൻ. വിവാഹ വാഗ്ദാനം നൽകി ക്രൂരമായി പീഡിപ്പിച്ചു എന്നാരോപിച്ചുള്ള യുവതിയുടെ പരാതി KPCC പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ട്. 2 വർഷം മുമ്പ് നടന്ന സംഭവത്തിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് രാഹുൽ തന്നെ മൃഗീയമായി ആക്രമിച്ചുവെന്നും ശരീരമാകെ മുറിവേൽപ്പിച്ചെന്നുമാണ് പുതിയ വെളിപ്പെടുത്തൽ. പെൺകുട്ടിയുടെ മൊഴി പ്രകാരം രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാനാണ് കാർ ഓടിച്ചിരുന്നത്. ഹോട്ടലിലെത്തിയ ശേഷം ഫെനി അവിടെ നിന്ന് പോയി. തുടർന്ന് രാഹുൽ യുവതിയെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. സംഭവശേഷം ഫെനി തന്നെയാണ് തങ്ങളെ തിരികെ കൊണ്ടുപോയതെന്നും തന്റെ ശാരീരിക മാനസികാവസ്ഥയെക്കുറിച്ച് പോലും ഒരക്ഷരം ചോദിക്കാതെ വീടിനടുത്തുള്ള വഴിയിൽ ഇറക്കി വിടുകയായിരുന്നുവെന്നും യുവതി പരാതിയിൽ പറയുന്നു. പാനിക് അറ്റാക്കിലും ആക്രമണം തുടർന്നു. വിവാഹ വാഗ്ദാനം നൽകിയാണ് രാഹുൽ തന്നെ പീഡനത്തിന് ഇരയാക്കിയത്. എന്നാൽ ക്രൂരമായ ആക്രമണത്തിന് ശേഷം വാഗ്ദാനം പിൻവലിച്ചു. യുവതിയുടെ ഞെട്ടിക്കുന്ന മൊഴി ഇങ്ങനെയാണ്: എന്റെ എതിർപ്പ് മറികടന്ന് രാഹുൽ ആക്രമിക്കുമ്പോൾ മനുഷ്യത്വമോ പശ്ചാത്താപമോ കാണിച്ചില്ല. ഹോട്ടൽ മുറിയിൽ കയറി ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ശരീരമാകെ മുറിവേൽപ്പിക്കുകയും ചെയ്തു. ബലാത്സംഗത്തിന് ശേഷം എനിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായി. ശ്വാസം എടുക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. പാനിക് അറ്റാക്കിനുള്ള മരുന്ന് കഴിക്കും മുമ്പ് വീണ്ടും ആക്രമിക്കുകയായിരുന്നു. പീഡനത്തിന് ശേഷം ഉടൻ മുറിവിട്ടു പോവാനാണ് രാഹുൽ ആവശ്യപ്പെട്ടതെന്നും യുവതിയുടെ മൊഴിയിൽ പറയുന്നു. അവധി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ സ്വകാര്യമായി കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭാവി പദ്ധതികൾ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തോടൊപ്പം കാർ ഓടിച്ചിറങ്ങിയത് ഫെനി നൈനാൻ എന്ന സുഹൃത്തായിരുന്നു. അവരെന്നെ നഗരത്തിൽ നിന്ന് അകലെയുള്ള ഒരു ഒറ്റപ്പെട്ട ഹോം സ്റ്റേ പോലുള്ള കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയി. സ്വകാര്യതയ്ക്കായി സുഹൃത്തിന്റെ സ്ഥലം മാത്രമാണിതെന്ന് പറഞ്ഞ് അകത്തേക്ക് വരാൻ പറഞ്ഞു. വിശ്വസിച്ച് ഞാൻ അകത്തു പോയി. എന്നാൽ അകത്തു കയറിയ ഉടനെ യാതൊരു സംഭാഷണവുമില്ലാതെ അദ്ദേഹം എന്നെ ബലമായി ലൈംഗികമായി സമീപിച്ചു. ഞാൻ വ്യക്തമായി എതിർത്തിട്ടും സമയം വേണമെന്നും പറഞ്ഞിട്ടും അയാൾ എന്നെ ആക്രമിച്ചു. ആവർത്തിച്ച് എതിർത്തിട്ടും അയാൾ എന്നെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. ബലാത്സംഗം ചെയ്യുകയും ഭയാനകമായ രീതിയിൽ ആക്രമിക്കുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് ഗുരുതരമായ പാനിക് അറ്റാക്ക് ഉണ്ടായപ്പോൾ ശ്വാസം കിട്ടാതെ പോയി. എനിക്ക് മരുന്ന് കഴിക്കേണ്ടി വന്നു. എന്നിട്ടും അതേ അവസ്ഥയിൽ അയാൾ എന്നെ പിന്നെയും ആക്രമിക്കുകയായിരുന്നു. ഇത്രയും ക്രൂരതയ്ക്ക് ശേഷം വിവാഹ വാഗ്ദാനം സംബന്ധിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ആരെയും വിവാഹം ചെയ്യാനുള്ള ഉദ്ദേശമില്ലെന്നും തൻ്റെ രാഷ്ട്രീയ ജീവിതം ഭാര്യയുടെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കാനുള്ളതല്ലെന്നും പറഞ്ഞു. അപ്പോൾ മാത്രമാണ് ആ വാഗ്ദാനം കള്ളമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. എന്നെ ഇങ്ങനെ തകർത്തിട്ടും ഒന്നും സംഭവിച്ചില്ല എന്ന പോലെ പോയാലോ എന്ന് മാത്രമാണ് അയാൾ പറഞ്ഞത്. ഫെനി നൈനാൻ കാറോടിച്ച് ഞങ്ങളെ തിരികെ കൊണ്ടുവന്നു. എൻ്റെ ശാരീരികാവസ്ഥയോ മാനസിക നിലയെക്കുറിച്ച് പോലും ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയാണ് പെൺകുട്ടി നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും KPCC നേതൃത്വം ഈ ഒരു കത്ത് ഇപ്പോൾ DGPക്ക് കൈമാറിയിട്ടുണ്ട്. കോൺഗ്രസും കൈവിട്ട അവസ്ഥയിലാണ്. എന്തായാലും പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പുറത്താക്കാനുള്ള സാധ്യതയുമുണ്ട്.